നമസ്കാരം. ഫിലാഡൽഫിയയിലാണ് അമേരിക്കയുടെ ജന്മസ്ഥലം. കഴിഞ്ഞ ഫ്രാൻസ് പരാഗ്വേ മത്സരവും കിലിയൻ എംബാപ്പയുടെ കിടിലൻ പെനാൽറ്റിയും ഒക്കെ നടന്ന അതേ ഫിലാഡൽഫിയ. വേൾഡ് കപ്പിന് പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ ഫ്ലാഗുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫിലാഡൽഫിയയിലെ ഈ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ നടന്നപ്പോൾ കണ്ട വളരെ കൗതുകകരമായ ഒരു കാഴ്ചയുണ്ട്. ആ കൗതുകകരമായ കാഴ്ച നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നതിനാണ് ഇന്നത്തെ വീഡിയോ. കാലം പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങളും ഒന്ന് അറിയണ്ടേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഒന്നാണ് ഫിലാഡൽഫിയ. ഏറ്റവും വലിയ 6ാമത്തെ നഗരം. ചരിത്രപരമായ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇൻഡിപെൻഡൻസ് ഹാള്, ലിബർട്ടി ബെല്ല് ഇതൊക്കെ കാണുന്നതിന് വർഷം തോറും കോടിക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ന്യൂയോർക്കിനും വാഷിംഗ്ടൺ DC-ക്കും ഇടയിൽ കിടക്കുന്ന ടൗൺ ആയതുകൊണ്ട് തന്നെ മെട്രോയും ബസ്സും ഒക്കെ എടുക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. മാത്രമല്ല ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ് ഇവിടെ. ഈ തിരക്ക് പിടിച്ച് ആളുകൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്നതിനിടയിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യം, അവരുടെ കൂടെ ഒരു പട്ടിക്കുട്ടിയൊക്കെ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ വളരെ ക്യൂട്ടായിട്ടുള്ള മിട്ടുമോയൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സാധനം ഇവിടെ നടക്കുന്നത് കണ്ടു. അത് കണ്ണുകൾ കൊണ്ട് ചില ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗത്തുള്ള ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ തെളിയുന്ന ഈ കണ്ണുകൾ നമുക്ക് വളരെ കൗതുകം ഉണ്ടാക്കും. അത് വഴിയാത്രക്കാരെ നോക്കി കണ്ണ് ചിമ്മുകയും സിഗ്നൽ കാത്തു നിൽക്കുമ്പോൾ സങ്കടഭാവം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് മനുഷ്യരെ പോലെ തന്നെ സീബ്ര ക്രോസിംഗിൽ കാത്തു നിൽക്കുകയും കാൽനട വഴിയാത്രക്കാർക്ക് മുൻഗണന നൽകി മാറിക്കൊടുക്കുകയും ഗ്രീൻ സിഗ്നൽ വീഴുമ്പോൾ മാത്രം റോഡ് മുറിച്ച് കടക്കുന്നതിന് വേണ്ടി ആളുകളുടെ ഒപ്പം അവിടെ കാത്തു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആളുകളിൽ ചിരി ഉണർത്തുന്നുമുണ്ട്. അതിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചെറിയ ചുവന്ന പതാകയുണ്ട്. പിന്നെ തിരിയുന്ന ഒരു ലൈറ്റും ഉണ്ട്. അപ്പം ദൂരെ നിന്ന് തന്നെ ഇത് വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഒരു കുട്ടികളുടെയൊക്കെ ഒരു കളിപ്പാട്ടം ഇങ്ങനെ തെരുവിലൂടെ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടി നടക്കുന്നത് പോലെ ക്യൂട്ടായിട്ട് ഈ സാധനം ആളുകളോടൊപ്പം ഇവിടെ ഫിലാഡൽഫിയയിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇതൊരു ഓട്ടോണമസ് ഡെലിവറി റോബോട്ടാണ്. ഊബർ ഈറ്റ്സും ആവറൈഡ് എന്ന് പറയുന്ന കമ്പനിയും കൂടെ ജോയിന്റ് ആയിട്ട് നിരത്തിലിറക്കിയിരിക്കുന്ന ഒരു ഓട്ടോണമസ് ഡെലിവറി റോബോട്ട്. ആളുകൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ റോബോട്ട് ഹോട്ടൽ എവിടെയാണോ അവിടെ നിന്ന് സാധനം കളക്ട് ചെയ്ത് ഈ റോഡെല്ലാം പാസ് ചെയ്ത് സിഗ്നലുകളെല്ലാം കടന്ന് ആ ഓർഡർ ചെയ്ത ആളുകളുടെ അടുത്ത് ഭക്ഷണം എത്തിക്കും. ഓട്ടോണമസ് നാവിഗേഷൻ, സ്വയം നിയന്ത്രിത ഡ്രൈവിങ്ങിലൂടെ മനുഷ്യരുടെ സഹായമില്ലാതെ തന്നെ റോഡുകളിലൂടെയും നടപ്പാതകളിലൂടെയും ഒക്കെ സ്വയം സഞ്ചരിക്കാൻ ഇതിന് കഴിയും. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ റോബോട്ടിക് ടാക്സികൾ കണ്ടതുപോലെ റോബോട്ടിന് മുകളിൽ ഉള്ള കറങ്ങുന്ന ഈ ലൈഡാർ സെൻസറുകൾ, ക്യാമറകൾ എന്നിവ വഴി ചുറ്റുമുള്ള തടസ്സങ്ങളും വാഹനങ്ങളും ഒക്കെ കൃത്യമായി തിരിച്ചറിയാൻ ഇതിന് സാധിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഒരു ബോക്സിലാണ് ഈ ഡെലിവറി ചെയ്യേണ്ട ആഹാര സാധനങ്ങൾ ഹോട്ടലുകാർ വെക്കുന്നത്. അപ്പോൾ ഉപഭോക്താവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവരുടെ ഫോണിൽ ഇതിൻ്റെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി ഈ ബോക്സ് തുറന്ന് അവർക്കങ്ങനെ ഫുഡ് എടുക്കാൻ പറ്റും. ഇതുവഴി നടക്കുന്ന ആൾക്കാരും ഇവിടെ നിൽക്കുന്ന ആൾക്കാരുമൊക്കെ വളരെ സൗഹൃദപരമായും കൗതുകത്തോടും കൂടിയാണ് ഇതിനോട് പെരുമാറുന്നത്. കടന്നു പോകാനുള്ള വഴി മാറി കൊടുക്കുന്നുണ്ട്. റോഡ് മുറിച്ച് കടക്കാൻ ചിലരൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട്. കുട്ടികളും ഒക്കെ ഇതിനെ വളരെ കൗതുകത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ പട്ടികൾ ഇതിനെ കാണുന്നുണ്ട്, കുരയ്ക്കുകയും ബഹളവും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം അതിന് വളരെ പുതിയൊരു കാഴ്ചയാണിത്. മാത്രമല്ല ഇത് പൂർണ്ണമായിട്ടും ഇലക്ട്രിക് ആണ്, വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതായതിനാൽ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. നഗരങ്ങളിലെ ചെറിയ ദൂരങ്ങളിലേക്ക് സാധനങ്ങൾ ഏറ്റവും വേഗത്തിൽ എത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായാണ് ഈ മുട്ടുമൊയലിനെ പോലെ ക്യൂട്ടായിട്ടുള്ള ഈ റോബോട്ട്. എന്തായാലും ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞോണ്ടേ ഒരെണ്ണം നമുക്കും കൂടി അങ്ങ് വാങ്ങിച്ചേക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വെളിയിൽ നല്ല മഴ പെയ്യുകയാണ്. ഉള്ളിൽ ഫ്രാൻസ് മൊറോക്കോ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെളിയിൽ പോയി ഫുഡ് കഴിക്കുന്നില്ല. നമുക്കുള്ള ഫുഡ് ഇങ്ങോട്ട് വരുത്തിക്കാൻ പോവുകയാണ്. അതും നമ്മുടെ റോബോട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുത്തിക്കാൻ പോവുകയാണ്. ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും. നമുക്ക് ഊബർ ആപ്ലിക്കേഷനകത്ത് ഓട്ടോണമസ് ഡെലിവറി എന്നുള്ള ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോബോട്ട് ഡെലിവറി ഉള്ള സ്ഥലത്ത് റോബോട്ട് നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തരും. ആ ഓപ്ഷൻ ഞങ്ങൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാപ്പിനകത്ത് കാണാൻ പറ്റും എവിടെയാണ് അവൻ, ഏത് വഴിയാണ് വരുന്നത് എന്നൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം കാണിക്കുന്നത് അവൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ ഇനി ഫുഡ് എടുത്ത് അവൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കും. ഫുഡ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് കുണുങ്ങി അവൻ നമ്മുടെ ഹോട്ടലിൻ്റെ ലക്ഷ്യമാക്കി വരുന്നത് ഞങ്ങൾക്കിപ്പോൾ മാപ്പിൽ കാണാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോട്ടലിൻ്റെ 8ാമത്തെ ഫ്ലോറിലാണ്. ലിഫ്റ്റ് കയറി 8ാമത്തെ ഫ്ലോറിലെത്തി. ഞങ്ങളുടെ 811 നമ്പർ റൂമിൻ്റെ ഡോറിൽ മുട്ടാനൊന്നും റോബോട്ട് കുഞ്ഞിന് സൗകര്യമില്ല. റോബോട്ട് കുഞ്ഞ് താഴെ ലോബിയിൽ വന്ന് വെയിറ്റ് ചെയ്യും. 10 മിനിറ്റ്. നാളത്തെ ടെക്നോളജി അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണ്. പേടിക്കണ്ട,
നാളത്തെ ടെക്നോളജിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളും അപ്ഡേറ്റഡ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അതിനു മുമ്പുള്ള ഒരു ടെസ്റ്റ് റണ്ണാണ്. അപ്പം മഴയത്ത് കുടയും കൊണ്ടിറങ്ങി ഹോട്ടലിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് റോബോട്ട് കുഞ്ഞ് വരാനായിട്ട്. റോബോട്ട് കുഞ്ഞ് വരുമോ ഇല്ലയോ, അതോ മഴ പെയ്തുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും മാപ്പിനകത്ത് കാണിക്കുന്നുണ്ട് അത് കുറച്ച് ദൂരെയായി, ഒരു അരമൈൽ ദൂരെയായി എന്നാണ് കാണിക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ അവൻ വഴി തെറ്റാതെ ഇങ്ങെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ദാ നമ്മുടെ റോബോട്ട് കുഞ്ഞ് ദാ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട്. അത് ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മുടെ അടുത്തോട്ട് വരികയാണ്. അതായത് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി, സിഗ്നൽ വന്നിട്ട് റോഡ് ക്രോസ് ചെയ്തു നമ്മുടെ അടുത്തേക്ക് മന്ദം വരികയാണ് കേട്ടോ. ഈ ആവറേഡ് റോബോട്ട് കുഞ്ഞുങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് കേട്ടോ. മുമ്പ് പറഞ്ഞ പോലെ ആ ലൈഡാർ സിസ്റ്റം ഉപയോഗിച്ച് റോബോട്ടിന് ചുറ്റും 360 ഡിഗ്രിയിൽ കാണുന്നതിനുള്ള ശേഷിയുണ്ട്. മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും ഒക്കെ ഒരു 60 മീറ്ററോളം ദൂരെയുള്ള വസ്തുക്കളെ അതിനങ്ങനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല AI ക്യാമറകൾ ഉപയോഗിച്ച് ട്രാഫിക് സിഗ്നലിൻ്റെ നിറം ഏതാണെന്ന് തിരിച്ചറിയുന്നതിനും എമർജൻസി വാഹനങ്ങൾ, ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങളെ തിരിച്ചറിയുന്നതിനും മാത്രമല്ല റോഡിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വഴിമാറി പോകുന്നതിനുമൊക്കെ അതിന് സാധിക്കും. പിന്നെ ഇതിലുള്ള അൾട്രാസോണിക് സെൻസറുകൾ പെട്ടെന്ന് മുന്നിലോട്ട് ചാടുന്ന മനുഷ്യരും കുട്ടികളും നായ്ക്കുട്ടികളെയും ഒക്കെ വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും നിമിഷ നേരത്തിനുള്ളിൽ സഡൻ ബ്രേക്ക് ഇടുകയും ചെയ്യും. ഇനി അതല്ല, വരുന്ന വഴിക്ക് നമ്മൾ ആരെങ്കിലും ഇതിനെ അങ്ങനെയോടെ അങ്ങ് പൊക്കിയെടുത്തോട്ട് പോകാം എന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ റോബോട്ടിലെ ക്യാമറകൾ ആ ദൃശ്യങ്ങളെല്ലാം തത്സമയം കമ്പനിയുടെ കൺട്രോൾ റൂമിലേക്ക് അയക്കും. കമ്പനി ആ ദൃശ്യങ്ങൾ അതേപോലെ പോലീസിനും കൈമാറും. അതുമല്ല, ഇതിനകത്ത് ഉച്ചത്തിൽ സൈറൻ മുഴങ്ങുകയും ചെയ്യും. അതുകൊണ്ട് പാവല്ലേ, കുഞ്ഞല്ലേ, ക്യൂട്ടല്ലേ, വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയേക്കാം എന്ന് വിചാരിച്ച് അധികം അഭ്യാസം ഇറക്കാതിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. മഴയൊക്കെ നനഞ്ഞ് നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടു എൻ്റെ മൊബൈൽ വഴി ഞാനിത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞൊന്ന് നമ്മുടെ സാധനം ഇതിനകത്തുണ്ട്. ഞാനത് എടുത്തു. വളരെ ഈസിയാണ്. ഇനി പിന്നെ പറഞ്ഞു വിടാം. കൊള്ളാം കേട്ടോ, നല്ല ജോലിയാണ്. ഒരു ഫോട്ടോ എടുത്തേ. നമ്മൾ ഫുഡ് എടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ആപ്പിൽ തന്നെയുള്ള ഗോ ബാക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഇവൻ തിരിച്ചു പോകത്തുള്ളൂ. നമുക്ക് ആവറൈഡിന് ടിപ്പ് കൊടുക്കാൻ സാധ്യമല്ല. സാധാരണ ഊബർ ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ടിപ്പ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ന്യായം അവർ പറയുന്നത് റോബോട്ടുകൾക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആപ്പിലൂടെ താങ്ക് യു എന്നുള്ളൊരു മെസ്സേജ് അയക്കുക മാത്രമാണ്. അങ്ങനെ നമ്മുടെ കുട്ടി റോബോട്ട് ഭക്ഷണമില്ലാതെ, ക്ഷീണമില്ലാതെ, വിശ്രമമില്ലാതെ അടുത്ത ഓർഡർ തേടി യാത്ര തുടങ്ങുകയാണ്. ഇന്നിപ്പം അമേരിക്കയിൽ റോബോട്ട് കുഞ്ഞിനെ കൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ മനസ്സിൽ ഓടിയെത്തിയത് ചെറുപ്പത്തിൽ ഒരു കുറുപ്പടിയും തന്ന് അമ്മ കടയിൽ നിന്ന് സാധനം വാങ്ങി വരാൻ പറഞ്ഞു വിടുന്നതാണ്. മിക്കപ്പോഴും കടയിലെത്തുന്നതിന് മുമ്പ് കുറുപ്പടി കളഞ്ഞു പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ പേപ്പർ കുമ്പിളിൽ പൊതിഞ്ഞ് ചാക്കിയാർഡ് കൊണ്ട് കെട്ടി തന്നുവിടുന്ന സാധനങ്ങളിൽ ചിലതൊക്കെ വരുന്ന വഴിയിൽ കളഞ്ഞു പോയിട്ടുണ്ടാകാം. രണ്ടായാലും അടി ഉറപ്പായിരുന്നു. നാളത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കുറുപ്പടി കളഞ്ഞു പോയതിന് അടി കൊള്ളേണ്ട കാര്യമില്ല. ഫോണിൽ കുറുപ്പടി എഴുതി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് കുഞ്ഞുങ്ങൾ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുത്തരും. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. പ്രായമായി കഴിയുമ്പോൾ നോക്കാൻ ആളില്ലെങ്കിൽ കടയിൽ നിന്ന് സാധനം വാങ്ങിത്തരാനും കുക്ക് ചെയ്ത് തരുന്നതിനും വണ്ടി ഓടിക്കുന്നതിനും പരിചരിക്കുന്നതിനുമൊക്കെ റോബോട്ടുകൾ ഉണ്ടാകും എന്നൊരു സമാധാനമുണ്ട്. അങ്ങനെ റോബോട്ടുകൾ കൂടുതൽ പണികൾ ഏറ്റെടുക്കട്ടെ. നമുക്ക് കൂടുതൽ മടി പിടിച്ചിരിക്കാം. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.